കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 2026 PG അഡ്മിഷന്റെ ഭാഗമായിട്ട് എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഈ വരുന്ന ജൂലൈ 7-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. ഇനിയുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ഈ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്നായിരിക്കും. ഇപ്പോൾ എഡിറ്റ് ചെയ്തത് മുമ്പ് അപേക്ഷിച്ചിരുന്നവർക്ക് അടിസ്ഥാനത്തിൽ അവർ ഓരോ കോളേജിലെയും കോഴ്സിൽ നമ്മൾ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പോലെ തന്നെ ഓരോ കോളേജിലെയും കോഴ്സിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് നിങ്ങൾ കൊടുത്ത ഓരോ കോളേജിലെയും റാങ്ക് സ്റ്റുഡൻസ് ലോഗിൻ കാണാം. ഈ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് കൈമാറും. കോളേജിൽ നിന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഈ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യും. ആ സമയത്ത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാവുന്നതാണ്. ഇങ്ങനെ യെസ്സും നോയും പറയാനുള്ള ഓപ്ഷൻ എന്ന് പറയാം നമ്മൾ 2, 3, 4 കോളേജിൽ ഉണ്ടായിരിക്കും അലോട്ട്മെന്റിൽ. നമുക്ക് കിട്ടിയ ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും വേണ്ട കോളേജിൽ നിന്ന് ലാസ്റ്റ് ഒക്കെ ആയിരിക്കും കോണ്ടാക്ട് വരിക. ആ സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയ കോളേജിൽ നിന്ന് അങ്ങനെ നമ്മൾ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് TC വാങ്ങിയിട്ട് പുതിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇതാണ് ഇനിയുള്ള അഡ്മിഷൻ പ്രക്രിയ എന്ന് പറയുന്നത്. ബാക്കി അലോട്ട്മെന്റ് പ്രൊവിൻഷ്യൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.